നമ്മുടെ ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. അത് 4 മില്യൺ ആളുകളുണ്ട് ഗൾഫിൽ. അവരെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോകും, എവിടെ രക്ഷിക്കും, എങ്ങനെ രക്ഷിക്കും എന്നുള്ളതിന് ഒരു മാർഗവുമില്ല. അപ്പൊ അതുകൊണ്ട് അതിൽ ഈ നടക്കുന്ന എന്താണെന്ന് ശ്രദ്ധിക്കല്ലാതെ അവർക്ക് എന്തെങ്കിലും റിലീഫ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അല്ലാതെ ഒന്നും ഇപ്പൊ ചിന്തിക്കാൻ സാധ്യമല്ല. പ്രിവെന്റ് ചെയ്യാനൊക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഒരു ഫുൾ ഫോഴ്സ് വാർ ആയിട്ടില്ല. ഇപ്പൊ ഇവരാണെങ്കിൽ അമേരിക്കയെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള രാജ്യങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്നേ ഉള്ളൂ. അത് അമേരിക്കക്കാരെ അധികം നഷ്ടപ്പെടുത്തുമെന്ന് തോന്നുന്നില്ല. അവർക്ക് ബങ്കറുകൾ കാണും, അവരതിൻ്റെ ഉള്ളിൽ പോവും. അപ്പോൾ ഒരു വലിയ ഓളായിട്ട് അറ്റാക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് ചിലപ്പോ മൺഡേ നെഗോസിയേഷൻസ് വിയന്നയിൽ വീണ്ടും തുറക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള കൺസെഷൻ ഇറാൻ കൊടുക്കുമെങ്കിൽ ഒരുപക്ഷെ യുദ്ധം മൺഡേ അവസാനിച്ചേക്കാൻ വഴിയുണ്ട്. കാരണം അതില് സാധ്യതകളുണ്ട്. അവർ പറയുന്നുണ്ട്, നിങ്ങൾ സാങ്ഷൻസ് ലിഫ്റ്റ് ചെയ്താൽ ഞങ്ങൾ ന്യൂക്ലിയർ കാര്യങ്ങളിൽ കൺസെഷൻസ് നൽകാം എന്നവർ പറയുന്നുണ്ട്. അതൊരു പുതിയ ഡെവലപ്മെന്റ് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഹോപ്പുണ്ട് മൺഡേയിൽ ഒരുപക്ഷെ യുദ്ധം അവസാനിച്ചേക്കും, ഇറാൻ എന്തെങ്കിലും കൺസെഷൻ നൽകിയേക്കും എന്നൊക്കെ വിചാരിക്കുന്നതാണ്. പക്ഷെ എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്നത് എന്താണ്, ഷാഡോ വാറാണ്. ഇറാൻ ഈസ് നോട്ട് അറ്റാക്കിംഗ് അമേരിക്ക. Iran is attacking Americans in the Gulf region. So which means the Gulf region also is affected, uncertainty and everything else. അപ്പോൾ ഇപ്പോഴും ഒരു വിൻഡോ ഈസ് ഓപ്പൺ. അവർ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ 1-ാം തീയതി മാർച്ച് 1-ാം തീയതി ആകുമ്പോഴേക്കും ഒരുപക്ഷെ ചില ലൈറ്റ് എൻഡ് ഓഫ് ദി ടണൽ കണ്ടുവെന്ന് വരാം. പക്ഷെ ഇതൊന്നും പറയാൻ പറ്റില്ല. കാരണം യുദ്ധം നടക്കുമ്പോൾ ആരെയാണ് കൊല്ലുന്നതെന്നൊന്നും അറിയില്ല. അത് അറിയുമ്പോഴാണ് കൂടുതൽ വൈരാഗ്യം വരുന്നതും യുദ്ധം ശക്തമാവുകയും ചെയ്യുന്നത്. ഇപ്പോൾ വളരെ കുറച്ചു പേർക്കേ അപകടം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ബാഡ്. അവർ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളല്ലേ. അതുകൊണ്ട് മറ്റന്നാളുകൊണ്ട് മൺഡേ കൊണ്ട് നമുക്കറിയാം എങ്ങനെ ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. മീൻവയൽ നമുക്കത് ചെയ്യാവുന്നത് അവർക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാൻ കൊടുക്കുമെന്നില്ല. അതും എയർ സ്പേസ് എല്ലാം അടച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവർ തിരിച്ചു കൊണ്ടുപോകാനോ ഒക്കെ ശ്രമിക്കുമായിരിക്കും. പക്ഷെ അതിനൊന്നും വലിയ ഗുണമുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ യുദ്ധം നിൽക്കാൻ ഒരു സീസ് ഫയർ ഉണ്ടാകുകയാണെങ്കിൽ they will come back to life and they all are capable people and they have the money and so on. So അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത്. തീർച്ചയായും അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ റഷ്യ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത് ഈ ജനീവയിൽ നടന്ന ചർച്ച കണ്ണിൽ പൊടിയിടാനുള്ളത് മാത്രം എന്നതായിരുന്നു. നമ്മൾക്ക് ഈ ജനീവയിൽ ചർച്ച നടക്കുന്നതിന് മുൻപേ പ്രത്യാശയുണ്ടായിരുന്നു, ഇതൊരു എത്തും എന്ന തരത്തിലുള്ള ഒരു പ്രത്യാശയുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ വിപരീതമായാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇറാൻ പറഞ്ഞു വെക്കുന്നത് ഇതാണ്: നിങ്ങൾ തുടങ്ങി വെച്ചത് ഞങ്ങൾ നിർത്തുകയില്ല, അത് തുടരും, അടിക്ക് തിരിച്ചടി എന്നതാണ് ഇറാൻ പറയുന്നത്. എങ്കിൽ തിങ്കളാഴ്ചത്തെ ചർച്ച ആശാവഹമാകുമോ? അവർക്കിപ്പോ അമേരിക്കയിൽ പോയി യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഗൾഫ് റീജിയൻ, അതേ അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുതന്നെയാണ് US, അമേരിക്ക പോലുള്ള രാജ്യത്തിനെയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രംപ് എന്ത് പറയുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നതും. അതെ, തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു മൺഡേ വരെ ഹി മേ നോട്ട് മേക്ക് എനി കമ്മിറ്റ്മെന്റ്. മൺഡേയിൽ ഇവരെന്തൊക്കെ ചെയ്യാൻ തയ്യാറുണ്ടെന്ന് കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം അറിയിക്കുക. തീർച്ചയായും തിങ്കളാഴ്ച ചർച്ച നടക്കും എന്ന് തന്നെയല്ലേ താങ്കളും മനസ്സിലാക്കുന്നത്? അതാണ് പ്രതീക്ഷ. അതെല്ലാം വിയന്നയിലുണ്ട്. എന്റെ പഴയ സ്ഥലമാണ്, എനിക്കറിയാം അവിടെ എന്തൊക്കെയാണ് പോസിബിൾ എന്നൊക്കെ. അപ്പൊ അവിടെ മറ്റേ ഏജൻസിയും കൂടി ചേർന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പൊ എന്തെങ്കിലും കൺസെഷൻസ് ഇറാൻ കൊടുത്താൽ അതെങ്ങനെ പ്രാവർത്തികമാക്കുന്നുള്ളതിന് then and there they can take a decision. അതാണ് വിയന്നയിലെ മീറ്റിംഗ് നടക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ്. പക്ഷെ ആരും രണ്ടു കൂട്ടരും മാറുന്ന ഒരു സൂചന അല്ല കിട്ടുന്നത്. പക്ഷെ അവരെ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് ലോകത്തിന് മുഴുവനും.